ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമം നമ്മുടെ ഇടയിൽ മഹത്വമെടുക്കട്ടെ. അല്പസമയത്തെ ഒരു ചിന്തയ്ക്കായിട്ട് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പകലിൽ നമുക്ക് വായിക്കാം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ജെയിംസ് ചാപ്റ്റർ 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. യാക്കോബ് എന്ന് പറയുന്ന ഈ അപ്പോസ്തലനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിഞ്ഞുകൂടായിരിക്കാം. യാക്കോബ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനാണ്. മറ്റൊരാൾ യൂദായാണ്. യാക്കോബും യൂദായുമാണ് ഇതിനകത്ത് 2 ലേഖനങ്ങൾ അവരുടെ കാണപ്പെടുന്നു. യാക്കോബ് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ നെടുംതൂണായിരുന്നു യാക്കോബ് അപ്പോസ്തലൻ. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിൽ വന്നതായിട്ടുള്ള സ്തേഫാനോസിൻ്റെ രക്തസാക്ഷ്യത്തിന് ശേഷം നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം വായിക്കുന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ആ കാലഘട്ടത്തിൽ സഭ ചിതറിപ്പോകുവാനിടയായിത്തീർന്നു. അപ്പോൾ അവരെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും അവിടുത്തെ പ്രശ്നങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും ആ ദൈവസഭയുടെ അങ്ങ് മുമ്പോട്ടുള്ള യാത്രകളെ മനസ്സിലാക്കിക്കൊണ്ടും അവരെ കറക്റ്റ് ചെയ്യുവാനും തിരുത്തുവാനും എഴുതപ്പെട്ടതാണ് ഈ ലേഖനം യാക്കോബിൻ്റെ. നമ്മൾ ലേഖനം മുഴുവനും കറക്ഷൻ്റെ ലേഖനങ്ങളാണ്. വിശ്വാസത്തിലിരിക്കുന്ന ആൾക്കാരെ അവരുടെ വഴി തെറ്റിപ്പോകുമ്പോൾ അവരെ മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ അപ്പോസ്തലന്മാർ നമുക്ക് ലേഖനങ്ങൾ എഴുതി തന്നിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ആ കാലഘട്ടത്തിലെ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് എഴുതിയെങ്കിലും ഈ കാലഘട്ടത്തിലും ഇതിന് ഒരു ആപ്ലിക്കേഷനുണ്ട്. ഈ കാലഘട്ടത്തിലും ഇത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട ലേഖനങ്ങളാണ്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നമ്മൾ ഈ താഴുക എന്ന് പറയുന്ന ഒരു മലയാള പദം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ താഴുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും നമ്മൾ വളരെ ഹമ്പിളായിട്ട് നിൽക്കുക എന്നുള്ള ഒരു അർത്ഥമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്. എന്നാൽ ദൈവവചനം പരിശോധിച്ചു കഴിഞ്ഞാൽ താഴ്മ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിനയത്തോടെ നിൽക്കുന്ന ഒന്നിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. നമ്മൾ വിനയമുള്ളവരായി തീരണം, പക്ഷെ അതല്ല ഇവിടെ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വലിയ ആഴത്തിൽ ഒരു അർത്ഥമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് കൂടെ വേണ്ടി നിങ്ങളാണ് അടുത്തൊരു ഈ പെട്ടകം ചുമക്കേണ്ട അടുത്ത ജനറേഷൻ നിങ്ങളാണ്. സ്തോത്രം. അപ്പം നിങ്ങളിലൂടെയാണ് ഈ ദേശത്തിന് ഈ സുവിശേഷം സ്പ്രെഡ് ചെയ്യപ്പെടേണ്ടത്. അപ്പം നിങ്ങളുടെ പഠിക്കുന്ന കോളേജിലും നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഈ സുവിശേഷം സ്പ്രെഡ് ചെയ്യാനായിട്ട് ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. അപ്പം നിങ്ങളുടെ മൈൻഡിനെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ആനുകാലിക സംഭവങ്ങൾ വഴിതെറ്റിപ്പോകുന്ന ഒരു യുവതലമുറയാണ് നമ്മളിന്ന് ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും വിശ്വാസികളുടെ ഇടയിൽ. ഇവിടെ യാക്കോബ് പറയുന്ന താഴ്മ എന്ന് പറയുന്നത് ഒരു വലിയ അർത്ഥത്തിലാണ്. ഇവിടെ അതിൻ്റെ മുകളിലത്തെ ഒരു വാക്യം പ്രത്യേകമായിട്ട് നമ്മൾ അതിൻ്റെ 6 തൊട്ട് അതിൻ്റെ 5 തൊട്ട് വായിക്കുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുമെന്ന് തോന്നുമോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. സെർച്ച് വാക്യം
3-ാം അധ്യായം പ്രോവർബ്സ് 3:34 അവിടെ കോട്ട് ചെയ്തിട്ടാണ് യാക്കോബ് എഴുതുന്നത്. താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം. ഇവിടെ കീഴടങ്ങുക അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ താഴ്മ എന്ന് പറയുന്ന ഒന്നാമത്തെ അതിൻ്റെ ഒരു അർത്ഥമാണ് യാക്കോബ് മൂളി പറഞ്ഞിരിക്കുന്നത്. കീഴടങ്ങുക, ദൈവത്തിന് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്, ദൈവത്തിന് സബ്മിസീവായിരിക്കുക എന്നുള്ളതാണ്. ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിന് സബ്മിസീവായിരിക്കുക, ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് കീഴടങ്ങിയാൽ മാത്രമേ പിശാചിനെ നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് ഈ പിശാച് എന്ന പദം ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം അതിൻ്റെ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവരുടെ ഇടയിൽ പല തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഒരു യൂണിറ്റി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പം ഇവരെല്ലാം വിശ്വാസികളെക്കുറിച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലേഖനങ്ങളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരെ എങ്ങനെയാണ് പ്രായ ജീവിതത്തിലൊരു വിശുദ്ധ ജീവൻ നയിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങളിൽ ശണ്ഠയും കലഹവും ഒക്കെ എവിടെ നിന്ന് വരുന്നു? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗയിച്ഛകളിൽ നിന്നല്ലയോ? അപ്പോൾ ഇവിടെ യാക്കോബ് പറയുകയാണ്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഒന്ന്, നമ്മൾ ദൈവത്തിന് സബ്മിസീവായിരിക്കണം. സ്തോത്രം. ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ അതിന് വായിച്ചു വരുമ്പോൾ പൗലോസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിന് 4:26-27 വായിച്ചാട്ട്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം പാപം വെച്ചുകൊണ്ടിരിക്കുക. അടുത്ത വാക്യം, പിശാചിന് ഇടം കൊടുക്കരുത്. ഈ കോപം വെച്ചുകൊണ്ടിരുന്നാൽ പിശാചിന് സ്പേസ് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദൈവസഭകൾക്കകത്ത് കർത്താവ് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ പിശാചിന് സ്പേസ് കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ കാരണം? നമ്മളെയല്ല ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ചിരിക്കുന്നത്. കൊലോസ്യർ 1:12 വായിക്കുമ്പോൾ നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുക. പിശാചിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, അവൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെ ഈ ലോകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ലോകമയം, വേൾഡ്ലി തിങ്സിലേക്ക് നമ്മളെ പിശാച് വലിച്ചഴച്ചു കൊണ്ടുപോവുക എന്നുള്ള അവൻ്റെ തന്ത്രം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മളെ ദൈവഭയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെടുവാനിടയായിത്തീരും. ദൈവത്തോടുള്ള ഭയം വർദ്ധിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചു വരുന്നത്. അപ്പം ദൈവഭയം ദൈവസഭകൾക്കകത്തു നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സ്തോത്രം. അപ്പോഴാണ് പിശാച് സഭകൾക്കകത്ത് എൻ്റർ ചെയ്യുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് സുവിശേഷത്തിൽ. ഉറങ്ങിക്കിടന്നപ്പോൾ പിശാച് എന്ത് ചെയ്തു? കള അല്ലെങ്കിൽ വീട് വിതച്ചിട്ട് പോയി. കർത്താവ് പറഞ്ഞത് വളരട്ടെ. കാര്യം അതിനകത്തുനിന്ന് കള പറിച്ചാൽ ഈ നല്ലതും കൂടെ ഇങ്ങി പോരും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുക. ഇപ്പം ദൈവസഭയ്ക്കകത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് ഒരാളെ തൊട്ടാൽ അത് മറ്റുള്ളവരെ എല്ലാം ബാധിക്കും. അങ്ങനെ ഒരു ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. ഞാനിവിടെ പറഞ്ഞു വരുന്നത് യാക്കോബ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? യാക്കോബ് പറയുകയാണ്, ഇവരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ശണ്ഠയും കലഹവുമാണ്. ആ കാലഘട്ടത്തിൽ അവരോട് പറയുകയാണ്,
അപ്പം അവരെ വിളിക്കുന്നത് പാപികളെ എന്നാണ് വിളിക്കുന്നത്. കാരണം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, അതിൻ്റെ 8ാമത്തെ വാക്യം, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവനോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. അപ്പം അവരെ പാപികളെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാപികളല്ല, നമ്മുടെ പൊസിഷൻ മാറ്റി. പക്ഷേ അവിടെ ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കുന്നത് പാപ സ്വഭാവമുള്ളവരെ. അപ്പോൾ വിശുദ്ധൻ്റെ ജീവിതത്തിൽ പാപ സ്വഭാവം വെളിപ്പെടും, അതൊരു സത്യമാണ്. അവിടെ പക്ഷെ നമ്മളെപ്പോഴും ഒരു കറക്ഷൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ദൈവത്തിനോട് അടുത്ത് എന്നാൽ മാത്രമേ ദൈവം നമ്മോട് അടുത്ത് വരുത്തുള്ളൂ. നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പാപബോധം ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റു പറയാനായിട്ടുള്ള ഒരു വലിയ മനസ്സ് നമ്മളിൽ ഉണ്ടായാൽ, സ്തോത്രം, അത് നമുക്കൊരു വലിയ വിടുതലായി മാറും. പിശാചിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ വേൾഡിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുക എന്നുള്ളൂ. ക്രിസ്തുവിനേക്കാൾ അധികമായിട്ട് നിങ്ങളുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. ക്രിസ്തുവുള്ള ഏകാഗ്രതയെ തെറ്റിച്ചു കളയുക. നിങ്ങളുടെ കോൺസെൻട്രേഷൻ, യേശുവുമായിട്ടുള്ള നമ്മുടെ കോൺസെൻട്രേഷനെ തെറ്റിച്ചു കളയുന്ന ഒരു പദ്ധതിയാണ് പിശാചിന്. എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തെ അട്ടിമറിച്ച് കളയുക. സ്തോത്രം. 2 കൊരിന്ത്യർ 11 അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിലെ ഈ പ്രശ്നങ്ങൾ നിലനിന്നപ്പോൾ അവരെ നോക്കിയിട്ട് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. 11 അതിൻ്റെ 2-3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ chapter 11 verse 2 and 3 മലയാളത്തിലും ഇംഗ്ലീഷും ഒക്കെ ഒന്ന് വായിച്ചാട്ടെ. നമ്മൾ ഓൾറെഡി നമ്മളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മളെ വിശ്വാസത്തിൽ വന്ന അന്ന് മുതൽ നമ്മൾ മണവാളനായ ക്രിസ്തുവുമായിട്ട് മണവാട്ടിയായ സഭ ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞു, വിവാഹം നടന്നിട്ടില്ല. വിവാഹം നടക്കാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അതാണ് എൻ്റെ ആത്മീയ അർത്ഥം. അടുത്ത വാക്യം പറയുന്നു, ഏദൻ തോട്ടത്തിൽ സംഭവിച്ച ഒരു സംഭവത്തെയാണ് പൗലോസ് പറയുന്നത്. ഹവ്വയെ ആര് ചതിച്ചു? സർപ്പമെന്ന പിശാച് കൗശലത്താൽ തന്ത്രപരമായിട്ട് അവളെ ഡിസീവ് ചെയ്തു. ഏറ്റവും വലിയ പ്രശ്നം ഒരു വിശ്വാസിയുടെ മൈൻഡിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന്, ക്രിസ്തുവുമായുള്ള ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രതയിൽ നിന്ന്, ആ നിർമ്മലതയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുന്നതാണ് പിശാചിൻ്റെ പദ്ധതി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒത്തിരി ഉപയോഗിക്കുന്നവരാണ്. സ്തോത്രം. നമ്മൾ ഇന്ന് കർത്താവിന്റെ ആമുഖത്തിൽ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന, വചനധ്യാനം, ഇതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ എത്ര പേര്, നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തുക. നമ്മളിന്ന് പകൽക്കാലം നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. നമ്മളെയാണ് ദൈവം ഈ ചർച്ചിനകത്ത് കണ്ടിരിക്കുന്നത്. അടുത്തൊരു ജനറേഷനെ, അടുത്തൊരു തലമുറയെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെയും നിങ്ങളെയും ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളെയൊക്കെ ദൈവം കണ്ടിരിക്കുന്നു. എന്നാൽ പലപ്പോഴും നമുക്ക് അതിലേക്ക് ഒരു താല്പര്യവും ഒരു ഏകാഗ്രതയും നമുക്ക് വരാത്തതിൻ്റെ കാരണം നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോയത് കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. നമ്മൾ യൂട്യൂബിൽ ഒത്തിരി സമയം കളയാറുണ്ട്, ഫേസ്ബുക്കിൽ ഒത്തിരി സമയം കളയാറുണ്ട്, വാട്സപ്പിൽ ഒത്തിരി സമയം കളയാറുണ്ട്. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കൂടുതൽ സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ എത്ര സമയം നമുക്ക് പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനുമായിട്ട് കിട്ടും. ഇതൊരു പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നമ്മുടെ സമയത്തെ മുഴുവൻ
അവൻ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. ഇതാ പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ, ആ ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ പരിശുദ്ധിയെ അട്ടിമറിച്ചു കൊണ്ടുപോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആദിമകാലത്ത് അവർ വിശ്വാസം ഇറങ്ങി, അവർക്ക് ഒന്നുമില്ല, അവർ കർത്താവിനെ കുറിച്ച് മാത്രമായി ആയിരുന്നു ചിന്തകൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. ഞാൻ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടേണ്ടത്? അതെല്ലാം നമ്മളെ തിരുത്തി മുന്നോട്ട് പോകുവാനുള്ള ദൈവകൃപ, അതവിടെ പറയുന്നത്, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ഇതിൽ നിന്ന് നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് സബ്മിസീവ് ആവുക, നമ്മുടെ ഏകാഗ്രതയെ മാറ്റുക. സ്തോത്രം. ഞാൻ ആരെയും അങ്ങനെ, നമ്മൾ പൊതുവിൽ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ഒരേ മനുഷ്യ, എല്ലാ പാപ സ്വഭാവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അത് യോഹന്നാൻ പറയുന്നത്, ഒരുത്തൻ പാപമില്ല എന്ന് പറയുമ്പോൾ തന്നെ തന്നെ വഞ്ചിക്കുന്നു. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തിൽ തുടരാനല്ല. ഇപ്പോൾ എബ്രായ ലേഖനം 12:2 പറയുന്നത് അതുകൊണ്ടാണ്, മുറുകെ പറ്റുന്ന പാപം, നമ്മൾ എൻറ്റാങ്കിൾ ചെയ്തിരിക്കുന്ന സിൻ ഇതാണ്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതെല്ലാം മുറുകെ പറ്റുന്ന പാപങ്ങളാണ്. ക്രിസ്തുവിനേക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതെല്ലാം പാപമാണ്. ക്രിസ്തുവിനേക്കാൾ അധികമായി നാം എന്തെല്ലാം ചെയ്യുന്നോ, ക്രിസ്തുവിനെ മോഹിക്കുന്നതിനേക്കാൾ ഉപരി എന്തെല്ലാം മോഹിക്കുന്നോ അതെല്ലാം പാപമാണ്. ഞാൻ അങ്ങനെയാണ് ഈ മോഹത്തെ വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിൽ ഈ വചനം പഠിച്ചു. അങ്ങനെയാണ്. അല്ല നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു മെഷർ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ എങ്ങനെ വെക്കാൻ പറ്റും? ഒരാൾ പറയാൻ 2 നില വീട് വെക്കുന്നതാണ്, 1 നില വീട് വെക്കുക, ഏതാ ആഡംബരമൊന്നും നമുക്കൊരു ക്രൈറ്റീരിയ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. 2 കാറാണോ 3 കാറാണോ 4 കാർ മേടിക്കുന്ന ക്രൈറ്റീരിയ വെക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതല്ല ഇവിടെ ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവുമായുള്ള ഏകാഗ്രതയെ വിട്ട് അകന്ന് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പാപമാണ്. നമുക്ക് എത്ര സമ്പത്തുണ്ടെന്നോ കാറുണ്ടെന്നോ വീടുണ്ടെന്നോ അല്ല വിഷയം. ഇതെല്ലാം ഉണ്ടായിട്ട് ക്രിസ്തുവുമായുള്ള ബന്ധം നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ? വചനം ധ്യാനിക്കുവാനുള്ള പാഷൻ നമുക്കുണ്ടോ? പ്രാർത്ഥിക്കുവാനുള്ള പാഷൻ ഉണ്ടോ? അതോ നമ്മുടെ പ്രിയോറിറ്റി എന്താണെന്നുള്ളതാണ്. യാക്കോബ് ഇതാ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. യാക്കോബ് പറയാണ്, പാപികളെ, സ്തോത്രം, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, ആ പവർ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മെ തന്നെ പൂർണ്ണമായി വെടിപ്പാക്കിയേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പകൽ ആരാധന മധ്യേ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സ് ഇവിടെയല്ല, നമ്മുടെ മനസ്സ് വേൾഡിനകത്ത് കിടക്കുകയാണ്. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു മാറ്റമില്ല എങ്കിൽ, നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുകയല്ല, ആരെയും വിമർശിക്കുവാനല്ല, ആരെയും വിധിക്കുവാനല്ല. ആരെയും വിധിക്കാൻ, എനിക്ക് ഒരാളെ വിധിക്കാനുള്ള യോഗ്യതയില്ല. വചനം പറഞ്ഞ്, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ വിധിക്കും. നമ്മൾ വിധിക്കുകയല്ല. നമ്മൾ ഈ ആരാധനയുടെ മധ്യേ മെയിനായിട്ട് നമ്മൾ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ വചനത്തെക്കുറിച്ച് നമുക്ക് വേണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ യാക്കോബ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ദൈവത്തിന് കീഴടങ്ങിയെങ്കിൽ മാത്രമേ, ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രതയെ ക്രിസ്തുവിൽ ആക്കി വെക്കുക.